നമ്മുടെ കിം ജോങ് ഉന്നിൻ്റെ ഇറാനാണ് പണി പറ്റിച്ചിരിക്കുന്നതെന്ന് ഏറ്റവും ഒടുവിൽ യുദ്ധരംഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നുവെച്ചാൽ ഇത്രയും കടുത്ത പ്രഹരശേഷിയുള്ള മാരകമായ മിസൈൽ ടെക്നോളജിയും അതിൻ്റെ ഉപകരണങ്ങളടക്കമുള്ളവ കൈമാറിയത് കിം ജോങ് ഉന്നിൻ്റെ കൊറിയയിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രഹരശേഷി വളരെ കടുത്തതാണെന്നും ഈ യുദ്ധത്തിനോടൊപ്പം കൊറിയൻ സാങ്കേതികവിദ്യയുടെ മിസൈൽ ടെക്നോളജിയുടെ പ്രഹരമാണ് ഇത്രമേൽ ഇസ്രയേലിനെയും അതുപോലെ തന്നെ ലക്ഷ്യം വെച്ച ടാർജറ്റുകളെയും തകർത്തതെന്നാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാരണം ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയായിരുന്നു. ഒരിക്കലും അവർ ഇത്രമേൽ ഗൗരവമായ ഒരു മിസൈൽ ശക്തി ഇറാൻ്റെ പക്കലുണ്ടെന്ന് വിലയിരുത്തിയില്ലെന്ന് മാത്രമല്ല, മിസൈൽ റീഡ് ചെയ്യുന്ന താഡ് റഡാർ സിസ്റ്റം തകർക്കപ്പെടുന്നതിനോളം ശക്തി അവർക്കുണ്ടെന്ന് ഒട്ടും വിചാരിച്ചില്ല. എന്നാൽ ഇപ്പോഴും അവരെ ഇരുട്ടിൽ തപ്പിക്കുന്നത് ഈ പറഞ്ഞ നോർത്ത് കൊറിയ കൈമാറിയ മിസൈൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള ആക്രമണമാണെന്നാണ് പറയുന്നത്. 1980 മുതൽ ഇറാനും നോർത്ത് കൊറിയയും തമ്മിൽ ഇതിൻ്റെ കരാറും ധാരണയുമുണ്ട്. എന്നാൽ ആ കരാറും ധാരണയുമൊക്കെ ഉണ്ടായിരിക്കെ തന്നെ പലപ്പോഴും ഇത് പ്രകടമായ രീതിയിലുള്ള ഒരു രാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾക്കപ്പുറത്ത് വളരെ രഹസ്യമായിട്ടാണ് കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൈമാറ്റങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങളോ രേഖയോ എത്രത്തോളം ഗൗരവമായ രീതിയിൽ ഇത് നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് അതിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വിലയിരുത്തൽ തെറ്റായിരുന്നു. അതുകൊണ്ടാണ് ആ സ്ഥലം എല്ലാം ഇങ്ങനെയായത്. ഇസ്രയേലിൻ്റെ നിലവിലുള്ള അവസ്ഥയുടെ ചിത്രം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് കാര്യം കിടക്കുന്നതെങ്കിലും ഈ യുദ്ധ നയതന്ത്ര വിദഗ്ധന് ഇതുവരെയും ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ടെഹ്റാനെ മൊത്തത്തിൽ ഇസ്രയേൽ ഹാക്ക് ചെയ്തു എന്നാണ് എറണാകുളത്തിനടുത്തിരുന്ന് നിരീക്ഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഇൻ്റർനാഷണൽ മീഡിയകൾ തിരക്കുന്നുണ്ട്. കാരണം അവർക്ക് ലഭിച്ച വിവരങ്ങളനുസരിച്ച് നല്ല രീതിയിൽ പ്രത്യാക്രമണവും പ്രതിരോധവും നടന്നുവെന്നും വളരെ വീക്ക് ഫൂട്ടിലാണ് അമേരിക്കയും ഇസ്രയേലും നിൽക്കുന്നതെന്നാണ്. എന്നാൽ സാക്ഷാൽ ദിസ് മോഹൻദാസ് ജി ഇസിൽ ജനറൽ കേണൽ മണ്ടേല കെ മോഹൻദാസ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയൊന്നുമല്ല, വളരെ കൃത്യമായി ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേൽ അവരെ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ നിൽക്കുന്നു. ഇസ്രായേലിന്റെ ഭീഷണി ചില്ലറയല്ല. കാരണം പുതിയ ലീഡറെ തെരഞ്ഞെടുക്കാനായിട്ട് കഴിഞ്ഞ ആഴ്ച ഇവരൊരു ശ്രമം നടത്തി. അതിന് 55 പേര് കൂടണം പുതിയ ലീഡറെ തെരഞ്ഞെടുക്കാൻ. അതെ, അതിൽ കൂടുതലും മത നേതാക്കളൊക്കെയാണ്. ഈ 55 പേര് കൂടാൻ അവർ നിശ്ചയിച്ച ബിൽഡിങ് ഇസ്രായേല് ബോംബിട്ട് തകർത്ത് കളഞ്ഞു. ഒരുമിച്ച് കൂടാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല, അനങ്ങാൻ സമ്മതിക്കുന്നില്ല. അനങ്ങിയാൽ ബോംബിടും, വെടിവെക്കും. ഇപ്പൊ ഈ ഖമനയി മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വിവരമൊക്കെ പുറത്തു വന്നത്. ടെഹ്റാനിലെ എല്ലാ ട്രാഫിക് ക്യാമറകളും ഇസ്രായേൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഹാക്ക് ചെയ്തു. അപ്പൊ ആരെങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇസ്രായേലിന് വിവരം കിട്ടും. ഇസ്രായേൽ ആ വിവരം അമ്മാവനെ അറിയിക്കും. അമ്മാവൻ ഇത് വേണ്ട ചാനലുകൾക്കൊക്കെ കൊടുക്കും. എന്ന് പറഞ്ഞാൽ എല്ലാ വിവരങ്ങളും ഈ പറയുന്ന അവിടെ കൂടുന്ന കാര്യങ്ങളുമെല്ലാം അമ്മാവൻ വളരെ കൃത്യമായി അറിയുന്നുണ്ട്. അത് ഒരു പ്രത്യേകമായ ദൂരദർശനിയിലൂടെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആരും യുദ്ധമുഖത്ത് നിന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല. ആർക്കും അനങ്ങാൻ കഴിയുന്നില്ലെന്നും എല്ലാവരും ഇരിക്കുന്നിടത്തിരിക്കുകയാണെന്നും ഇരുന്നിടത്തിരുന്ന് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുകയാണെന്നും മാമൻ അങ്ങനെ യുദ്ധമുഖത്ത് നിന്ന്
റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഹാക്ക് ചെയ്ത ക്യാമറകൾ എല്ലാം കൃത്യമായി വിവരങ്ങൾ കൈമാറുന്നത് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിൻ്റെ ചെറുമകന് കൂടി കാണാൻ കൊടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ജന്മം കഷ്ടം.